കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർദേവൈः സദാ പൂജിത സാ മാം പാതു ഭഗവതി സരസ്വതി നിശേഷജാഢ്യാപഹാ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. കിഷ്കിന്ധാകാണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ ക്രിയാമാർഗോപദേശമാണ് നമ്മളിന്ന് പാരായണം ചെയ്യുന്നത്. നമുക്കറിയാം, ബാലി തൻ്റെ വിധിക്ക് കീഴടങ്ങുകയാണ്. തെറ്റിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പുറപ്പെട്ട ബാലിയെ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ശിക്ഷ നൽകിക്കൊണ്ട് ഭഗവാൻ നമുക്കൊക്കെ ചില പാഠങ്ങൾ പറഞ്ഞു തരികയാണ്. താരയ്ക്കും ബാലിക്കും വലിയ പരാതിയുണ്ടായിരുന്നു. അത് രാമനോട് നേരിട്ട് പറയുകയും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം രാമൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം രാമായണം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ക്രിയാമാർഗോപദേശം നമുക്ക് തരികയാണ്. രാഘവൻ തത്ര സമാധിവിരതനായേകാന്തദേശേ മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിധേ. നാരദവ്യാസവിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. കേൾക്ക നീ എങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിലവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വവുമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കമാമെടോ. ഹൃൽ കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യ പ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. ഇവിടെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, അതിൻ്റെ ക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് രാമനോട് ചോദിക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ രാമൻ പറയുകയാണ്, എല്ലാവിധത്തിലും ഭഗവാനെ പൂജിക്കാം, അതിനൊന്നും ഒരു ശങ്ക വേണ്ട. നമ്മുടെ ഹൃദയകമലത്തിലാവാം, അല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ടുള്ള പദാർത്ഥങ്ങളിലാവാം, അല്ലെങ്കിൽ മരം കൊണ്ടുള്ളതിലാകാം, ജലത്തിലാകാം, സൂര്യനിലാവാം, എല്ലാത്തിനുമാകാം. ഈശ്വരനെ എവിടെയാണ് കണ്ടുകൂടാത്തത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാൻ എന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം.
ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. നല്ല ഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നവൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നു എന്ന് ഭഗവാൻ പറയാം. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാലർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഈശ്വരന് ഇതിലപ്പുറം ഒരു കാര്യം ഭക്തന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നിസ്വാർത്ഥമായ ഭാവനയോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഭഗവാന് സമർപ്പിക്കുന്നത് ഒരു തുള്ളി ജലമാണെങ്കിൽ, ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്ന ജലമാണെങ്കിൽ അത് തന്നെ ഭഗവാന് തൃപ്തിയാണ്. നമ്മൾ വലിയ പൂജകൾ, വലിയ വിലപിടിപ്പുള്ള പൂജകളും ഈ യാഗങ്ങളും ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച്, നമ്മുടെ സാമ്പത്തിക അവസ്ഥയനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച് ഉള്ളത് സന്മനസ്സോടെ വലിയ സങ്കല്പത്തിൽ ഭഗവാന് സമർപ്പിച്ചാൽ അത് മതി. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. വെള്ളമാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണെന്ന് ഭഗവാൻ പറയാം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായതു കൽപ്പിച്ചുകൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദാ ലിപിന്യാസം കഴിക്കണം. ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രധാനാർത്ഥമായും മധുപർക്കമർത്ഥാം ആജനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു. മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്ജലാം ഹൃൽ കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഘ്യം തഥാ മധുപർക്കമിത്യാദ്യൈവ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ഇത്രയെന്നില്ല. ഇനി വസ്ത്രങ്ങളാവട്ടെ, ഭക്ഷ്യങ്ങളാവട്ടെ, പൂക്കളാവട്ടെ, മറ്റു ധനധാന്യങ്ങളാവട്ടെ, അവയൊക്കെ എത്രയാണോ ഉള്ളത് അത് മതി. അതാണ് മനസ്സിൻ്റെ തൃപ്തി കൊണ്ട് തന്നാൽ അത് തന്നെ ധാരാളമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആഗമോക്തപ്രകാരേണ നീരാജനൈർധൂപദീപൈർനിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഇനി ദീപാലങ്കാരങ്ങളോടെ, മറ്റ് കുസുമ അലങ്കാരങ്ങളോടെ, ചന്ദന അർച്ചനയോടെ, ഇങ്ങനെയൊക്കെ വളരെ വിപുലമായിട്ടാണെങ്കിൽ, വലിയ പ്രസാദമൊക്കെ സംഘടിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെയാവാം. എന്താണോ ഭക്തന് സാധ്യമാകുന്നത് അത്തരത്തിലുള്ള പൂജകൾ മാത്രമേ വേണ്ടതുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ. ചിത്തതാരിങ്കൽ നിനൈക്ക കുമാരനീ ഔപാസനാഗ്നൗ ചരുണാഹവിഷാഥ സോപാധിനാ ചെയ്ക ഹോമം മഹാമതേ. തപ്തജാംബൂനദ പ്രഘ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയത് മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ദത്വാ മദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പദാംബുജേ നമസ്കാരവും ചെയ്തുടൻ
ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിഥിമുഹു രുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യുന്മഹസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇങ്ങനെ വളരെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ അത്യുത്തമ ഭക്തിയോടെ ഉള്ള വസ്തുക്കൾ ഭഗവാൻ ഇച്ഛയോടെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഉപാസനാദി ക്രിയകളിലൂടെ ഭഗവാൻ പ്രസാദിക്കുന്നു. അവർക്ക് ഭഗവാന്റെ സാരൂപ്യമുണ്ടാകുന്നു. ഭഗവാൻ സമീപത്ത് തന്നെ എപ്പോഴും ഉണ്ട് എന്ന അവസ്ഥ മനസ്സിൽ ഉടലെടുക്കുന്നു എന്നൊക്കെ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കപീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചിലതേതുമേ എന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. രാമൻ അങ്ങയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. തിരിച്ച് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഹനുമാൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ കാര്യം നിറവേറ്റിക്കഴിഞ്ഞാൽ നാം അതൊക്കെ മറന്നുപോകും. അങ്ങനെ മറക്കാൻ പാടില്ല. രാമൻ്റെ ഒരു പ്രത്യേകത അതാണ്. രാമൻ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കൊടുത്താൽ ആ കാര്യം രാമൻ ഒരിക്കലും മറക്കില്ല. തിരിച്ച് അങ്ങോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ മറക്കുകയും ചെയ്യും. അത് സജ്ജനങ്ങളുടെ ലക്ഷണമാണ്. നമുക്കാരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അത് ജീവിതകാലം ഒരിക്കലും മറക്കാതിരിക്കുക. നാം ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത ഉടൻ മറന്നു കളഞ്ഞേക്കുക. ഇത് വലിയൊരു പാഠമാണ്, ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം. ബാലി മഹാബലവാൻ കപിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നീടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്യവാശോ വാ പരശോധവാ തവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. രാമായണത്തിലെ ശ്രദ്ധേയങ്ങളായ വരികളിൽ ഒന്നിതാണ്, മറന്നുപോകരുത്. പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നമുക്കാരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അത് മറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ചത്തതിന് സമമാണ്. ജീവിച്ചിരിക്കുന്നതിന് യോഗ്യരല്ല അത്തരത്തിലുള്ള ആളുകൾ എന്ന് രാമായണം പറയുന്നുണ്ട്. പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതി മറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. നീ ഇങ്ങനെ വാനരന് അനുസരിച്ചുള്ള ഈ ജീവിതം തുടരുകയാണെങ്കിൽ, തനിക്ക് ചെയ്ത ഉപകാരത്തെ മറന്നുകൊണ്ട് ലക്ഷ്മണന്മാരെ മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നോർമ്മിപ്പിക്കുകയാണ്. അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. ബാലിയെ കൊന്നതുപോലെ നിന്റെ മരണവും സംഭവിക്കും അല്ലയോ സുഗ്രീവ എന്ന് ഹനുമാൻ ഓർമ്മിപ്പിക്കുകയാണ്. അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ജസാ ഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ
പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കുമയച്ചിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കപിവീരരെ പാരാതയൈക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം. പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യൻ അവൻ, അതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കരുളീടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാൻ അഭിമതദത്തപൂർവം. കവീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്താത്മനാമായ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിതൗ. താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാരനീ. ജാനകീദേവി മരിച്ചിതോ കുത്രച്ചിൽ, മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതു മറഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ. കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം. വളരെ ദുഃഖത്തോടെ രാമൻ പറയാം, എവിടെയാണ് സീത ഇപ്പോഴുണ്ടാവുക? ഏതവസ്ഥയിലാണ് ഉണ്ടാകുക? സീതാദേവിയെ കട്ടുകൊണ്ടുപോയ കള്ളൻ അവൻ ആരാണെങ്കിലും അവനെ കുലത്തോടെ ഞാൻ കൊന്നുകളയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന രാമനെ നമ്മൾ കാണുകയാണ്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ തളർന്നു പോകരുത്. ഭഗവാനൻ രാമന് പോലും ഈ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. അവയെ തരണം ചെയ്യാനുള്ള ശക്തി ആർജിച്ചെടുക്കുക, അതിന് ഭക്തി ഏറ്റവും നല്ലൊരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിമാർഗത്തിലൂടെ മുന്നേറുക. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നിനി കാണുന്നു വല്ലഭേ. രാമൻ കരഞ്ഞുകൊണ്ട് പറയാം, ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. ഇത് മനോഹരമായ വരികളാണെന്ന് നോക്കുക. എഴുത്തച്ഛൻ മലയാള ഭാഷയെ എത്ര മനോഹരമായിട്ടാണ് കൊണ്ടുപോകുന്നത്, അതും അത്രയും പഴയൊരു കാലഘട്ടത്തിൽ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലവും ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ. വ്യക്തം കൃതഘ്നനത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനതുമിൻ ഇനിയില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിടിനാൻ. വധ്യനായോരു സുഗ്രീവനെ സത്വരം
ഹത്വാ വിടകൊള്ളുവനദ്യ തവാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായോരു സുമിത്രാതനയനും ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമത്യദ്ഭുതം സാദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടുന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. രാമൻ്റെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ക്ഷുഭിതനാവുകയാണ്. സുഗ്രീവനെ കൊല്ലാനായി പുറപ്പെടുകയാണ്. സുഗ്രീവൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ രാമന് ഭയമായി. സുഗ്രീവനെ കൊന്നുകളയും ലക്ഷ്മണൻ എന്ന് രാമന് തോന്നി. അപ്പോൾ രാമൻ പറഞ്ഞു, വേണ്ട, സുഗ്രീവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. അവൻ കാര്യങ്ങളൊക്കെ മറന്നുപോയെങ്കിലും നീ അവനെ ഒന്ന് ഭയപ്പെടുത്തിയാൽ മാത്രം മതി, കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണനെ പറഞ്ഞയക്കുന്നത്. ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ യുദ്ധം അവനോടു ചെന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നീടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരമാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമഞ്ജസ അജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ തഥാ രാമനായി മാനുഷവ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനിം സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ. കിഷ്കിന്ധയുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ലക്ഷ്മണനെ കണ്ട് ബാലിപുത്രൻ ഭയപ്പെടുകയാണ്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഏറ്റവും അപകടം പിടിച്ച സന്ദർഭത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അംഗദൻ വിവരം സുഗ്രീവനെ അറിയിക്കുകയാണ്. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനിക്കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിൽ ഉണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരനം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അംഗദനോടുകൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞയച്ചേവം താരയോടർക്കാത്മജൻ പറഞ്ഞിടിനൻ താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജവാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തുഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലാമാർ എഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട്, ലക്ഷ്മണൻ്റെ കോപത്തെ ശമിപ്പിച്ചുകൊണ്ട് താരയും ബാലിപുത്രനായ അംഗദനും ഹനുമാനും കൂട്ടി
അന്തഃപുരത്തിലേക്ക് കൊണ്ടുവരികയാണ്. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി. വിഹ്വലിതക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ, നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ, ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം? ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയം മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയുമാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാവേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിനാൻ, ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലു നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. അങ്ങനെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് ലക്ഷ്മണൻ സുഗ്രീവനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത സന്തോഷത്തോടുകൂടി രാമസന്നിധിയിലേക്ക് പോവുകയാണ്. ഇനി സീതയെ അന്വേഷിക്കുകയാണ്. സീത എവിടെയോ ഉണ്ട്. ഒരു രാക്ഷസനാൽ തൻ്റെ തടവിൽ സീത കഴിയുന്നുണ്ട് എന്നുള്ള വൃത്താന്തം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കുക അടുത്ത ദൗത്യമാണ്. അതിന് വാനരന്മാരെ നിയോഗിക്കണം. 4 ദിക്കിലേക്കും വാനരന്മാർ സീതാന്വേഷണത്തിന് പുറപ്പെടുകയാണ്. ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം നമുക്ക് ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.